ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിനാണ് റിപ്പോർട്ട് കൈമാറിയത്. തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ SIT ഇന്ന് യോഗം ചേരും. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, എന്തായാലും റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന്. ഇനി അടിയന്തര നടപടികൾ ഉണ്ടാകില്ലേ ഈ റിപ്പോർട്ടിന്മേൽ? തീർച്ചയായും അന്വേഷണ സംഘത്തിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലെങ്കിൽ അന്വേഷണം നല്ല രീതിയിൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഏറെ സഹായകരമാകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഒപ്പം സംസ്ഥാന സർക്കാർ 4 വർഷത്തോളം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതിന് വലിയ വിമർശനവും ഹൈക്കോടതി നടത്തിയിരുന്നു. അത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഇനി മുന്നോട്ട് പോകുകയുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മന്ത്രി സജി ചെറിയാനും പറഞ്ഞു വെച്ചത്. തുടർന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന് നൽകിയത്. അന്വേഷണ സംഘ തലവനായിട്ടുള്ള ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷിന് കൈമാറി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒപ്പം ഇന്ന് 11 മണിയോടുകൂടി തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് യോഗം ചേരും. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം ചേരുമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. നിലവിലെ ഈ അന്വേഷണ സംഘത്തിൽ തന്നെ ഓരോ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഓരോ കേസുകൾ അന്വേഷിക്കുന്നത്. നിലവിൽ ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇതുവരെയുള്ള സ്ഥിതിഗതികൾ, അന്വേഷണ പുരോഗതി കൃത്യമായി തന്നെ വിലയിരുത്തും. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരിക്കും യോഗം ചേരുക എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. റിനു, ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയ സ്ഥിതിക്ക്, അതായത് അന്വേഷണ സംഘത്തിന് കൈമാറിയ സ്ഥിതിക്ക് ഇന്നിപ്പോൾ യോഗം ചേരുമ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ മാത്രമാണോ, ഒപ്പം തന്നെ ഈ കൂടുതൽ പരാതികളൊക്കെ ഉയർന്നൊരു സാഹചര്യം, ഇതൊക്കെ ചേർത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും കൂടുതലായും ഈ ഒരു യോഗത്തിൽ ചർച്ചയാവുക അല്ലെങ്കിൽ പരിശോധിക്കുക? തീർച്ചയായും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ അല്ലെങ്കിൽ അന്വേഷണത്തെ സഹായിക്കുന്ന രീതിയിലായിരിക്കും ഈ പൂർണ്ണ രൂപമായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുമ്പോൾ. ആ റിപ്പോർട്ട് കൃത്യമായി തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചതിന് ശേഷം കൂടുതൽ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് സ്വമേധയാ എടുക്കണമെങ്കിൽ അത്തരത്തിലൊരു നിലപാട് പോലീസ് സ്വീകരിക്കും. ഇല്ലെങ്കിൽ നിലവിൽ ലഭിച്ച പരാതികൾ, ആ പരാതികളുടെ കൂടുതൽ മൊഴികൾ അടക്കം അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൊഴികൾ അടക്കം ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിലുണ്ടോ എന്നുള്ളത് കൃത്യമായി തന്നെ പരിശോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘം വിശദമായി തന്നെ ഈ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും ഇനി മുന്നോട്ട് ഏത് രീതിയിലായിരിക്കും അന്വേഷണം കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക. അത് ഇന്നത്തെ യോഗത്തിൽ കൃത്യമായി തന്നെ ചർച്ച ചെയ്യുമെന്നുള്ളൊരു വിവരമാണ്, പരിശോധിക്കുമെന്നുള്ളൊരു വിവരമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടി യോഗം ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.